ഹലോ ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂബി ഹൗസ് ഇ കൊമേഴ്സ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബിസിനസ് പ്ലാനാണ്. ഏതൊരു സാധാരണക്കാരനും വളരെ ചെറിയ മുതൽ മുടക്കിൽ ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ബിസിനസ് അവസരമാണ് റൂബി ഹൗസ് ഇ കൊമേഴ്സ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് മുൻപോട്ട് വെക്കുന്നത്. ഇ കൊമേഴ്സ് സിസ്റ്റത്തിലെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിലേക്ക് തന്നെ ഇൻകം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റൂബി ഹൗസ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം വഴി കമ്പനിയുടെ കസ്റ്റമർ ആകുന്ന ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കാൻ റൂബി ഹൗസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. 2 വർഷമായി നടത്തിവരുന്ന ഒരു മാർക്കറ്റ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു കസ്റ്റമർക്കും നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് മോഡലും അതോടൊപ്പം ഏറ്റവും അനുയോജ്യമായ പ്രൊഡക്റ്റുകളും കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഏതൊരു സാധാരണക്കാരനും അവരുടെ ബിസിനസ് ആരംഭിക്കുന്ന സമയത്തുള്ള ഇനീഷ്യൽ പ്രൊഡക്റ്റ് ഡെലിവറി കൺഫ്യൂഷൻസും മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് നമ്മളുടെ ബേസിക് പാക്കേജിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും അതല്ല നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരാൾക്ക് ഷെയർ ചെയ്യാനൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ്, അതാണ് നമ്മളുടെ ബേസിക് പാക്കേജിലുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഒരു മിനി വെബ്സൈറ്റിൻ്റെ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണലി വരെ നമുക്ക് ഒരു കൺട്രി ബാരിയർ ഇല്ലാതെ ഒരു സ്ഥലം ഇന്ന സ്ഥലത്ത് മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാവൂ എന്നുള്ളൊരു ബാരിയർ ഇല്ലാതെ ലോകത്ത് എവിടെയും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്രോൺസ് പാക്കേജും സിൽവർ പാക്കേജും നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും അതിൽ ഫിസിക്കൽ പ്രൊഡക്റ്റും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ഗോൾഡ് പാക്കേജ്, അതായത് 2000-ൻ്റെ പാക്കേജിൽ നമുക്ക് വരുന്നത് വയനാടൻ ഫോറസ്റ്റ് ഹണിയാണ്. അതായത് ഹൈ ക്വാളിറ്റി ഫോറസ്റ്റ് ട്രൈബിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ഹണിയാണ് നമ്മൾ 1 kg ഹണിയാണ് നമ്മളുടെ സെക്കൻഡ് പാക്കേജിൽ, തേർഡ് പാക്കേജിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ നെക്സ്റ്റ് പാക്കേജുകളായിട്ടുള്ള പ്ലാറ്റിനം ആൻഡ് എമറാൾഡ് പാക്കേജ്, അതായത് 5000-ൻ്റെയും 10,000-ൻ്റെയും പാക്കേജിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ്, അങ്ങനെയുള്ള A to Z കാറ്റഗറി നമ്മളുടെ ഗാഡ്ജറ്റ്സ് ആണ് നമ്മൾ അടുത്ത 2 പാക്കേജുകളിലുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഹൈ ക്വാളിറ്റി 1 year വാറണ്ടി ഉള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ മെയിൻ കോർ സെഗ്മെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊരു സാധാരണക്കാരനും, നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സാധാരണക്കാരനും വലിയ വരുമാനത്തിലേക്ക് പതുക്കെ റീച്ച് ചെയ്യാൻ സപ്പോർട്ടീവ് ആകുന്ന ഒരു ഹൈബ്രിഡ് പ്ലാനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ബൈനറി, ജനറേഷൻ, ഡയറക്റ്റ് റെഫറൽ, അങ്ങനെയുള്ള അതേപോലെ റിവാർഡ്സ് ആൻഡ് അവാർഡ്സ്, അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഹൈബ്രിഡ് പ്ലാനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 രീതിയിലുള്ള ഫോക്കസ് ഇൻകം ആണ് നമുക്ക് മെയിൻലി കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ടീം ഡെവലപ്മെൻറ്റ് ബോണസ് ആണ് ഇനീഷ്യലി ഉള്ള മെയിൻ ഇൻകം. അടുത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ബോണസ്, പിന്നെ നമ്മുടെ റീപർച്ചേസ് ബോണസ്, അതേപോലെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള അടുത്തൊരു ഇൻകം നമുക്ക് വരുന്നത്. നമ്മൾ ഓരോ ഇൻകം സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്ന ഒരു ഇൻകമാണ് ടീം ഡെവലപ്മെൻറ്റ് ബോണസ്. നമ്മൾ ഈ ഒരു അവസരം മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത്, അവർ നമ്മളിലൂടെ ഒരു പർച്ചേസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ഇൻകമാണ് ടീം ഡെവലപ്മെൻറ്റ് ബോണസ്. നിങ്ങൾ നേരിട്ട് എത്ര ആളുകൾക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തുന്നോ അത്രയും ആളുകളിൽ നിന്നൊക്കെ അവർ ഇനീഷ്യലി എടുക്കുന്ന പാക്കേജിൻ്റെ 10% നിങ്ങൾക്ക് ഇൻകമായിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് ടീം ഡെവലപ്മെൻറ്റ് ബോണസ് വഴി നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ടുള്ള ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകമാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ബോണസ്. നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ടീമിനെ 2 ടീമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുകയും അവരുടെ സെയിം ബിസിനസ്സിൻ്റെ ബിസിനസ് PV മാച്ച് ചെയ്യുന്ന സമയത്ത്, പോയിന്റ് വാല്യൂ മാച്ച് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് വാല്യൂക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് വീണ്ടും ഇൻകം കിട്ടുന്ന രീതിയാണ് നമ്മൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് ബോണസിലൂടെ നമുക്കുള്ളത്. ഇത് ഓരോ പാക്കേജിനും ഇതിൻ്റെ സീലിംഗ് ലിമിറ്റിൽ വ്യത്യാസമുണ്ട്. ഒരു ഇനീഷ്യൽ ബേസിക് 500 രൂപയുടെ പാക്കേജാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് 500 രൂപ തന്നെ ആയിരിക്കും അതിൻ്റെ സീലിംഗ് ലിമിറ്റ് വരുന്നത്. അയാൾ പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് അയാളുടെ സീലിംഗ് ലിമിറ്റും അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും.
അങ്ങനെ ഡെയിലി സീലിംഗ് ലിമിറ്റ് 500 മാച്ച് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സീലിംഗ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത പാക്കേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. 1000 റുപ്പീസിൻ്റെ പാക്കേജ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 1000 രൂപയിലേക്ക് സീലിംഗ് ലിമിറ്റ് അപ്ഗ്രേഡ് ആവുകയും ഗോൾഡ് പാക്കേജ് 2000 പാക്കേജ് എടുക്കുന്ന സമയത്ത് ഡെയിലി സീലിംഗ് ലിമിറ്റ് 2000 അപ്ഗ്രേഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ 5000 പാക്കേജാണ് വരുന്നതെങ്കിൽ ഡെയിലി സീലിംഗ് ലിമിറ്റ് 4000 അപ്ഗ്രേഡ് ആവുന്നുണ്ട്. എമറാൾഡ് പാക്കേജ് നമ്മുടെ ടോപ്പ് എൻഡ് പാക്കേജ് ആയിട്ടുള്ള 10,000 പാക്കേജ് എടുക്കുന്ന സമയത്ത് ഡെയിലി സീലിംഗ് ലിമിറ്റ് 8000 രൂപയിലേക്ക് അപ്ഗ്രേഡ് ആവുന്നുണ്ട്. അങ്ങനെ വലിയ രീതി ഡെയിലി 8000 റുപ്പീസ് സീലിംഗ് ലിമിറ്റിലേക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ നിന്ന് നമുക്ക് കയറി വരാനുള്ള ഒരു ബിസിനസ് അവസരമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീലിംഗ് ലിമിറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനീഷ്യലി ഒരു 500 റുപ്പീസ് ഡെയിലി ഏൺ ചെയ്യാനുള്ള ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ മൈൻഡിന് വളരെ ആക്സെപ്റ്റബിൾ ആയിരിക്കും. ഏതൊരു സാധാരണക്കാരനും അതിലേക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും അടുത്തൊരു സീലിംഗ് ലിമിറ്റ് ആയിട്ടുള്ള 1000 അപ്ഗ്രേഡ് ചെയ്യാനും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡെയിലി 8000 കയറി വരാനുള്ള ഒരു പ്രോസസ്സാണ്, ഒരു സൈക്കോളജിക്കൽ ബിസിനസ് സിസ്റ്റമാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യലി തന്നെ ഡെയിലി വലിയൊരു സീലിംഗ് ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി വന്നിട്ടില്ല. അതൊരു വലിയ എമൗണ്ട് ആയിട്ട് ഡെയിലി നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യും. ചിലരൊക്കെ മടിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ പിന്നോട്ട് പോവുകയോ ചെയ്യാം. അതേപോലെ നമ്മളുടെ അടുത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻകമാണ് നമ്മുടെ റീപർച്ചേസ് ബോണസ്. ഇത് നമുക്ക് കിട്ടുന്നത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ടീം, നമ്മൾ നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടീമും അവരുടെ താഴേക്ക് 5 ലെവലിലുള്ള ടോട്ടൽ 5 ലെവൽ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ, ഫിഫ്ത്ത് ലെവൽ, അങ്ങനെ 5 ലെവൽ ടീം അവരുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്കായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മളുടെ സിസ്റ്റം വഴി റീപർച്ചേസ് ചെയ്യുന്നോ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഇൻസെൻറ്റീവാണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻകത്തിന് നമുക്ക് സീലിംഗ് ലിമിറ്റ് ഇല്ല. നമ്മളുടെ ടീം എത്രത്തോളം വലുതാവുന്നോ അവർ എത്രത്തോളം പർച്ചേസ് നടത്തുന്നോ അത്രയും നമുക്ക് അതിൻ്റെ പേഴ്സൻറ്റേജ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇൻകം നമ്മളുടെ റൂബി ഹൗസിലുള്ളത്. ഈ ഒരു റീപർച്ചേസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് നടക്കാനുള്ള ഒരു വഴി കൂടെ നമ്മളുടെ കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഇൻകം ഓരോ വ്യക്തിയും നമ്മളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ബോണസ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ 10% കമ്പനി നമ്മളുടെ റീപർച്ചേസ് വാലറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അവരുടെ എമൗണ്ട് അക്യുമുലേറ്റ് ആവുന്ന സമയത്ത് അവർ നിർബന്ധമായും നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ മാത്രമേ ആ ഒരു വാലറ്റ് എമൗണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് അവിടെ റീപർച്ചേസ് ഓട്ടോമാറ്റിക്കലി നടക്കുകയും ഈ ഒരു ഇൻകം നമുക്ക് കണ്ടിന്യൂസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഓട്ടോമാറ്റിക്കലി കമ്പനി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടീം ബിൽഡ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇതൊരു അഷ്വേർഡ് ഇൻകമാണ്. നമ്മളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ടീം ബിൽഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന വഴി നമുക്ക് ഒരു അഷ്വേർഡ് എക്സ്ട്രാ ഇൻകം ആയിട്ടാണ് നമ്മളുടെ റീപർച്ചേസ് ബോണസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആണ്. നമ്മളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ബോണസ് എന്ന് പറയുന്ന ആ ഒരു ഇൻകം ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കമ്പനി നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളുടെ ഡ്രീംസ് എല്ലാം ഫുൾഫില്ല് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ എല്ലാ തരം ഡ്രീംസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത്. വെറും 25,000 ബിസിനസ് ഡെവലപ്മെൻറ്റ് ബോണസ് ഏൺ ചെയ്യുന്നത് മുതൽ അങ്ങോട്ട് നമുക്ക് നമ്മളുടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊരു വ്യക്തിയുടെയും എല്ലാതരം ഡ്രീംസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ഇൻകം, ഈ ഒരു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് മുമ്പോട്ട് പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ 1 by 1 ആയിട്ട് നമ്മളുടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു അവസരത്തിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇൻകംസ് ഏൺ ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കമ്പനി വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു അവസരത്തിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുക. എൻജിൻ ഓൾറെഡി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ബോഗി അതിൽ കണക്ട് ചെയ്ത് വെക്കുക. ആ ഒരു സിസ്റ്റം ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് ചെറിയ പ്രോസസ്സുകൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ആരാണോ നിങ്ങളെ ഈ ഒരു അവസരം പരിചയപ്പെടുത്തിയത് അവരുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ആദ്യപടിയായി ഈ ഒരു അവസരം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം
വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡീറ്റെയിലിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്